രാവിലെ തന്നെ കോമഡി ചിരിച്ച് ചത്തു. ഒരുത്തനെ ജതിൻ രാമദാസ് ആണെന്നൊക്കെ പറഞ്ഞിട്ടേ മുണ്ടൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എൻ്റെ ചെങ്ങായി നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഇത്രേ കാണുള്ളൂ, ഒരുത്തരം ഇവിടെ. എന്നിട്ടൊരു ഡയലോഗ് ഞാൻ നല്ല ഉറക്കത്തിലാണ് എണീറ്റ് നോക്കുമ്പോൾ എന്തോ ഒരു ഡയലോഗ് ഇങ്ങനെ കേൾക്കുന്നു. അപ്പോൾ സംഭവം ഡയലോഗ് ഇതാ: മുണ്ടെടുക്കാൻ അറിയാതെ, മലയാളത്തിൽ സംസാരിക്കാൻ അറിയാതെ നിങ്ങളുടെ PK രാമദാസിന്റെ മകൻ ജതിൻ രാമദാസ് ഇങ്ങനെ വന്ന് നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? പുതിയൊരു അലാറം സെറ്റ് പിന്നല്ലാണ്ട് ഇതൊക്കെ നമുക്ക് കാണാപ്പാടല്ലേ, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കണ്ടേ ഇടയ്ക്കിടയ്ക്ക്. ഫുൾ കോമഡി. എനിക്ക് കറക്റ്റ് ഞാൻ വാതിൽ നടന്നപ്പോൾ കറക്റ്റ് ഫീൽ ചെയ്തെന്താ അറിയോ, നമ്മുടെ കാര്യസ്ഥനില്ലേ അതിലുണ്ടല്ലോ പഠിക്കലിൽ നിൽക്കുന്ന സുരാജ്, അതേപോലെ കോമഡി. എന്നാലും ജതിൻ രാമദാസിന്റെ ക്യാരക്ടർ പോസ്റ്ററിനെ ആയിരിക്കും എന്നുള്ളത് നീ തീരുമാനിച്ചല്ലേ? പിന്നെ പേരറിയില്ല, പിന്നെയാണ് ഡയലോഗ്. ജതിൻ രാമദാസിന്റെ ബർത്ത്ഡേക്ക് പിന്നെ ജതിന്റെ അല്ലാണ്ട് വേറെ ആരെങ്കിലും കൊണ്ടേ കൊടുത്തിട്ട് കാര്യമുണ്ടോ ക്യാരക്ടർ പോസ്റ്റർ? അതെ അതെ അതെ, അത് ശരിയാണ്. ആ ഉറുമ്പ് തീർന്നു. അതിന് ചരിത്രത്തിലുള്ളത് അറിയില്ല, അതിന് സമാധി. എന്താണെങ്കിലും അങ്ങനെ ജനുവരി 21 നമ്മുടെ സ്വന്തം ടോവിനോന്റെ ബർത്ത്ഡേ ആണ്. എല്ലാരും കാത്തിരുന്ന പോലെ അത് എമ്പുരാന്റെ ആണ് നമ്മളെല്ലാരും കാത്തിരുന്നത്. എന്തായിരിക്കും പുറത്ത് വരുന്നത് നോക്കിയിട്ട് എന്തായാലും പോസ്റ്റർ വന്നിട്ടുണ്ട്. അതായത് പറഞ്ഞത് ടൊവിനോയുടെ ബർത്ത്ഡേ അല്ല, ജതിൻ രാംദാസ്. അതായത് എമ്പുരാന്റെ ഒരു അപ്ഡേറ്റ് കിട്ടും എന്നുള്ളത് കാത്തിരുന്നു. പിന്നല്ലാണ്ട് അത് തന്നെയല്ലേ എല്ലാരും കാത്തിരിക്കുന്നത്. ഏത് ചെറുക്കൻ കാണട്ടോ, കണ്ടോട്ട് കുഴപ്പമില്ല. ഞാൻ അങ്ങനെയല്ല കേട്ടോ. ബ്രോ ചങ്കേ ഹാപ്പി ബർത്ത്ഡേ നമ്മുടെ ടോയിക്കുട്ട. തകർക്കണം, പൊളിക്കണം, ഈ കൊല്ലം എടുത്തേക്കണം. അതെ അതെ അതെ. അപ്പൊ എന്തായാലും പോസ്റ്റർ കാണാം. പോസ്റ്ററാണ്, അല്ല ഇൻട്രോയും കാര്യങ്ങളൊന്നും ഇല്ല ഇതിന്. ഇൻട്രോ തുടക്കത്തിലെല്ലാം കഴിഞ്ഞില്ല, ഇനി എന്തെന്ന് ഇൻട്രോ. അപ്പൊ എന്തായാലും ഒരു പ്രത്യേകത ഉണ്ട്. അതായത് ഇവരുടെ അപ്ഡേറ്റുകൾ കൂടുതലും 9 മണിക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് അറിവുണ്ടായിരുന്നു 9 മണിന്റെ മുമ്പേ ഇങ്ങനെ വന്നിരിക്കാൻ. തീർച്ചയായിട്ടും 9 മണിക്ക് കറക്റ്റ് വരും നമുക്കറിയാം. ഇവരുടെ എല്ലാ അപ്ഡേഷനും വന്നിട്ടുള്ള 9 മണിക്കാണ്. ഇനി ടീസറും 9 മണിക്ക് തന്നെ ആവും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. 9 മണിക്ക് ആണെങ്കിൽ തകർത്തില്ലേ. ശരി. പിന്നെ ഞാൻ പ്രതീക്ഷിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്നറിയോ, മാർച്ച് 2 നമ്മുടെ ഡോൺലിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ 9 മണിക്ക് രാവിലെ 8:45 ആകുമ്പോ ഇങ്ങനെ വന്നിരിക്കണോ? ഇരിക്കണം. ഇവിടെ അല്ല, എവിടെന്നറിയോ, ഒരു അലക്കുകാലിന്റെ രൂപത്തിൽ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്, അവിടെ ചെന്നിരിക്കുക. സമാധി. അന്ന് നമ്മുടെ കാര്യം തീരുമാനം. എല്ലാ ബർത്ത്ഡേക്കും ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ള പ്രധാന ആൾക്കാരൊക്കെ ബർത്ത്ഡേക്ക് പോസ്റ്റർ ഇടുന്നുണ്ട്. ഡോൺലിന് പോസ്റ്റർ ഇടൂല, സസ്പെൻസ് ആണെന്ന് പറയാം. അത് പറഞ്ഞ അന്നത്തോടെ തീരുമാനം. പിന്നെ സസ്പെൻസ് തന്നെയായിരിക്കും. നമുക്ക് 27-ാം തീയതി വരെ നീട്ടി കിട്ടും. മനസ്സിലായില്ലേ? എന്റെ ദൈവമേ, പല ആൾക്കാരും പല വീടുകളിലും മുറ്റത്തും അലക്കല് പണിയാൻ തുടങ്ങി എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം. 2 വെച്ചിട്ട് തൊട്ടടുത്ത് കപ്പിളായിട്ട് കിടക്കുമ്പോഴും അല്ല ഇരിക്കുമ്പോഴും അങ്ങനെ തന്നെ പോയിക്കോട്ടെ. എന്തായാലും നമുക്ക് ജതിൻ രാംദാസിനെ കാണാം. അങ്ങനെ തന്നെയാണ് പ്രതീക്ഷ കേട്ടോ. സംഭവം അത് തന്നെയായിരിക്കും, തെറ്റുണ്ടാവില്ല. തീർച്ചയായും. പൃഥ്വിരാജിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് പോവാ അല്ലേ? ഇതിലെന്തിനാ ക്യാമറ ഓണായി? ജതിനെ കാത്തിരുന്നപ്പോ കിഴി ചുമ്മാ കീഴ് എടുത്ത്. അപ്പൊ നേരത്തെ നോക്കിയായിരുന്നല്ലേ പൃഥ്വിരാജിന്റെ പേജ്? അടിക്കാതെ തന്നെ നേരെ പൃഥ്വിരാജിന്റെ പേജിലേക്ക് ഓപ്പൺ ആക്കി വെച്ചിരിക്കണേ. അത് വരുന്ന അറിയാലോ. അപ്പൊ വൈറ്റ് ഇട്ടത് വെറുതെ ആയില്ല. ചിലരിവിടെ മുണ്ടെടുത്തത് വെറുതെ ആയിട്ടുണ്ട്. അതിനകത്തും മുണ്ട് കാണുന്നില്ല. കാര്യമില്ല, രണ്ടുപേർക്കും കാര്യമില്ല. അല്ല അപ്പൊ നീ എന്താ പറഞ്ഞോണ്ടിരിക്കുന്നത്? എന്ത് ടൊവിനോ മുണ്ടെടുക്കാതെ വരണമായിരുന്നു? എന്തായാലും കാണുന്നില്ലല്ലോ. അത്ര ഇറക്കമുള്ളതല്ലേ, മുണ്ടിന്റെ ആവശ്യമൊന്നുമില്ല. അതെ, നോക്കുന്നുണ്ടോ ഒരാള്? നോട്ടത്തിനുണ്ട്. നിന്റെയൊക്കെ അടിഞ്ഞ കോമഡി ഞാൻ ശരിയാക്കി തരാം. നല്ല ചിരിയാ, ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് മുകളില് മുകളില് ആളുടെ നോക്ക്, ഇഷ്ടപ്പെട്ടു. മുകളിലത്തെ ഓക്കെ, മുകളിലത്തെ ചിരിച്ചോണ്ടിരിക്കുന്നു. താഴത്തെ ആളോ നോക്ക്. ശരി. പവർ ഈസ് ആൻ ഇല്യൂഷൻ. ഓ മോനെ പൊളി. എന്തായാലേ ചെറുപ്പത്തിലെ CM ആയ ആളാണ്. സത്യം. അതിന്റെ പവറൊക്കെ കാണിക്കും. അത് കൂടുതലായിട്ടും എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഹാപ്പി ബർത്ത്ഡേ ജതിൻ രാംദാസ്. യെസ്. എന്താണ് കൊടുത്തിരിക്കുന്നത്?
ഇത്ര തന്നെ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. പവർ ഈസ് ആൻ ഇല്യൂഷൻ എന്നുള്ളത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ക്യാപ്ഷൻ. ഓക്കെ, എന്തായാലും നമ്മുടെ PK രാംദാസ് എന്ന വൻമരത്തിൻ്റെ പിക്കിന് മുൻപിലാണ് നമ്മുടെ ജതിൻ രാംദാസ് നിൽക്കുന്നത്. മാർച്ച് 27 സിനിമ റിലീസിനെത്തുന്നു. വേറെ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. എവിടെയെങ്കിലും എന്തെങ്കിലും ഹിഡൻ ഡീറ്റെയിൽസ് ഉണ്ടോ? എന്താ വവ്വാല് തൂങ്ങി കിടക്കുന്നുണ്ടോ? അല്ലല്ലോ, അതെന്തോ ലൈറ്റ് അതിൻ്റെ ഹോൾഡർ അല്ലേ? ലൈറ്റ് ഇട്ടിട്ടില്ല. അല്ല, നമ്മളത് കണക്ക് കൂടണേ. 21 ഇല്ലുമിനാറ്റി എഫക്റ്റ് കണ്ട ആൾക്കാരാണ്. അപ്പോൾ ഇത് മിക്കവാറും ആ രീതിയിലാണെന്നുള്ളത് പിൻകാലഘട്ടത്തിൽ വാഴ്ത്തിപ്പാടും. ഡയറക്ടർ ബ്രില്യൻസ് വവ്വാല്. ഇനി ഇവിടെ എന്താണല്ലോ നോക്കട്ടെ. ഫ്ലവർ. ഓക്കെ 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 ഓക്കെ. എന്തായാലും കിടിലം പോസ്റ്റർ കേട്ടോ. നമുക്ക് കമന്റ്സും കൂടി ഒന്ന് നോക്കാം. എന്താണെങ്കിലും കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടും. എന്തായാലും ഇവൻ പറഞ്ഞ രാവിലെ എന്നെ വിളിച്ചുണർത്തിയ ഡയലോഗില്ലേ, അത് ഉറപ്പാ. അതെന്തായാലും ഉണ്ടാവും. വലിയ സിനിമയുടെ ചെറിയ പോസ്റ്റർ. സത്യം. നൈസ് വൺ. അതൊരു സത്യമാണ്. ഇതൊരു ചെറിയ സിനിമയല്ലേ? ശരിക്കും അത് തിരിച്ചു പറയണല്ലേ, ചെറിയ സിനിമയുടെ വലിയ പോസ്റ്റർ. ശരി, അങ്ങനെയാണല്ലോ. അത് വലിയ സിനിമയുടെ ചെറിയ പോസ്റ്റർ. ഈ കുഞ്ഞു സിനിമയുടെ ടീസർ ഒന്ന് പെട്ടെന്ന് പുറത്തു വിടും. മലയാളികൾക്ക് ചെറിയ പടങ്ങളും വേണ്ടേ? ഞാൻ അങ്ങനെയൊന്നും അങ്ങനെ കൊടുക്കാറില്ല. ഓക്കെ. മുണ്ടെടുക്കാൻ അറിയാതെ, മലയാളത്തിൽ സംസാരിക്കാൻ അറിയാതെ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വന്നു നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും നിൽക്കൂല. PKRന്റെ ഫ്രെയിമിൽ എന്തിനാ ഇല്ലുമിനാന്റിസ്റ്റ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് രാജുവേട്ടാ? അതാ സാധനമാണ് ഇത് തന്നെ. അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ചെറുതോക്കിയതുണ്ട്. ഇല്ലുമിനാന്റിസ്റ്റ് കൊള്ളാട്ടോ. ഡീകോഡ് ചെയ്തപ്പോ അത് കിട്ടിയില്ലായിരുന്നു. അതിന്റെ പേരും മാറ്റിട്ടോ, വൻമരം എന്നുള്ള പേര് മാറ്റിയിട്ടിപ്പോ ഈ പേരിട്ടോ. സത്യം. ഡീകോഡ് അത് കണ്ണിന് നല്ല കാഴ്ച വേണോ? അത്ര ചെറുതാക്കിട്ടാ സാധനം ചെയ്തേക്കുന്നത്. ദൈവപുത്രൻ വരട്ടെ. ശരിക്കും ഇതിലേ ഈ PK രാംദാസ് അല്ലേ ദൈവം? അതെ. അപ്പോൾ ദൈവപുത്രൻ അതാരാ? ടൊവിനോ. ആളുടെ വളർത്തു മകൻ നമ്മുടെ ലൂസിഫർ. ഓക്കെ. അല്ല, ചിലരിങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ നമ്മളാണോ തെറ്റിദ്ധരിച്ചല്ലോ? അല്ല, ഡെവിൾ അല്ലേ നമ്മുടെ ചെറുക്കൻ? തീർച്ചയായിട്ടും നമ്മുടെ മുത്ത്. മറ്റേ സ്വർഗത്തിലെ കഥ പറയുന്നത് പോലെ തന്നെയാണ്. ദൈവത്തിന്റെ 2 പുത്രന്മാര്, ഒന്ന് ലൂസിഫറും ഒന്ന് നമ്മുടെ ചെറുക്കനും. ഓക്കെ. അടുത്തത് PKRന്റെ ഫ്രെയിമിൽ അത് ഒന്ന് വായിച്ചതാണല്ലോ. വെയിറ്റിംഗ് ഫോർ L2 ഫ്രം തമിഴ്നാട്. ഓക്കെ. നിന്നോട് ആരാടാ പറഞ്ഞേ നീ വിളിച്ചിട്ടാ ഞാൻ വന്നതെന്ന്? ഞാൻ വന്നത് എൻ്റെ ചേട്ടൻ വിളിച്ചിട്ടാ. ആ ഡയലോഗായിരുന്നു. എന്നാൽ ഞാൻ കുറച്ചുകൂടെ മാസ് കയറ്റിയത്. എന്നാ ഒന്ന് രസത്ത് പറഞ്ഞു. പിന്നെന്താ, നിന്നോട് ആരാടാ പറഞ്ഞ നീ വിളിച്ചിട്ടാ ഞാൻ വന്നതെന്ന്? ഞാൻ വന്നത് എൻ്റെ ചേട്ടൻ വിളിച്ചിട്ടാ. പഴയ പോലെ തന്നെ. ഞാൻ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെയാണോ? അതേ ഡയലോഗ്. അതിൻ്റെ കൂടെ നടന്നിട്ടും ലൂസിഫർ മലയാള സിനിമയെ ലോക നിലവാരത്തിലെത്തിച്ചിരിക്കും. കോൺഫിഡൻസ്. ഐ ആം സൂപ്പർ ഇയർലി. ഈ സാധാരണ സിനിമയുടെ ടീസർ കാണാൻ വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. ഒരു ചെറിയ സിനിമ സൂചനകൾ തന്നു തുടങ്ങി. ഇതൊക്കെ ഓൾറെഡി തന്നു തുടങ്ങിയിട്ടുണ്ടല്ലോ. നമ്മുടെ ഗോവർദ്ധന്റെ ക്യാരക്ടർ പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. അതിനു മുൻപ് ലാലേട്ടന്റെ അല്ല, പൃഥ്വിരാജിന്റെ അതുണ്ടായിരുന്നു. അടുത്തത് സ്റ്റീഫന്റെ അനിയൻ തന്നെയാ ഞാൻ. വാവ്, പൊളി. ഞാൻ വന്നത് എൻ്റെ ചേട്ടൻ വിളിച്ചിട്ടാ. അത് കൊള്ളാം. രാധിക വേണുഗോപാൽ. രാധിക സാധിക അല്ലേ? ആളൊരു 3 തീയുണ്ട എറിഞ്ഞിട്ടുണ്ട്. ഓക്കെ, വരട്ടെ. ദൈവപുത്രൻ വരട്ടെ. സാധിക്കാൻ അറിയില്ല നിനക്ക്? എനിക്കിപ്പോ മനസ്സിലായി. ഓക്കെ. വരട്ടെ ദൈവപുത്രൻ വരട്ടെ. ദൈവപുത്രൻ വരട്ടെ തന്നെ ഉള്ളൂ. കൂടുതലും വരട്ടെ എൻ്റെ പൊന്നെ. ഞാൻ വേറെയാണ് ചെല്ലിട്ട് അതോ ഓരോന്നും വായിക്കുന്നത്. ബ്രദർ ഓഫ് ദ ഡെവിൾ. ഹാപ്പി ബർത്ത്ഡേ. ഞാൻ വന്നത് എൻ്റെ ചേട്ടൻ വിളിച്ചിട്ടാണ്. ഓക്കെ. എന്നാ ഒരു വന്ന സ്ഥിതിക്ക് ഒരു കേക്കും കട്ട് ചെയ്തിട്ട് പോകും. ഇന്ന് വേറെ വീട്ടിലാണല്ലോ. ഇന്ന് കോമഡി മൂടാ. രാവിലെ തന്നെ ഞാൻ ഭയങ്കര സ്ട്രോങ്ങില് നല്ല കീട്ടിലെ മാസ് മാത്രം കൊടുത്തിട്ട് ഒരു വീഡിയോ. അതായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. ടോട്ടലി രാവിലെ തന്നെ മൂടങ്ങ് മാറ്റി. ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്.
മുണ്ടൊടുക്കാൻ അറിയാതെ, മലയാളത്തിൽ സംസാരിക്കാൻ അറിയാതെ, അത്രേ ഉള്ളൂ. എന്തിനാ എപ്പോഴും ഇങ്ങനെ പോകുന്നത്? അത് ഞാനിങ്ങനെ പറഞ്ഞു വൈബിലേക്ക് പോകുന്നതാ. അപ്പോ അതെ അല്ലേ? ഓക്കെ, എന്തായാലും എമ്പുരാൻ ഒരു വലിയ മാർക്ക് തന്നെയായിരിക്കും, ബെഞ്ച് മാർക്ക്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒരു വലിയ മാർക്കും മലയാള സിനിമക്ക് ഒരു വലിയ ബെഞ്ച് മാർക്കും. ഞാൻ എടുത്ത് രണ്ടാമത് പറയാൻ വന്നത് അത് തന്നെ, അപ്പത്തേക്കും പറഞ്ഞു, പിന്നെ ഇപ്പൊ പറയേണ്ട ആവശ്യമില്ല. അങ്ങനെയല്ലേ? പിന്നെന്താ, തീർച്ചയായിട്ടും അതൊക്കെ അറിഞ്ഞല്ലേ തുടങ്ങിയിടുന്നത്. ആ ഒരു മാർക്കുണ്ടല്ലോ, 1.5 മാർക്കായിരുന്നു ബാക്കിലുണ്ട്. അതായത് മറ്റേ നരൻ സിനിമയിലുണ്ടല്ലോ, ലാലേട്ടന്റെ പുറത്ത് സ്റ്റിക്കർ ഒട്ടിക്കുന്നു ഇരുട്ടത്ത് പോകുമ്പോ, അതേപോലെ ആയിരിക്കും തിയേറ്ററിൽ ചെല്ലുമ്പോൾ തന്നെ 2 സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും. ഏത് ഇരുട്ടത്ത് കൂടി പാലുമാരെ തിരിച്ചറിയണം വെട്ടാൻ വേണ്ടിട്ട്. പണ്ടൊക്കെ പൂളലായിരുന്നു, ഇപ്പൊ വെട്ടലാ സീസൺ. പിന്നെ സമാധി അപ്പൊ എന്തായാലും പോവാ. എന്തായാലും ഇല്ല, ഇപ്പൊ പേടിക്കേണ്ട കാര്യമില്ല. എന്തെങ്കിലും ചെയ്താലും സേഫാണ്, കാരണം ചെയ്യുന്നവർ എന്താ സമാധിയാണെന്ന് പറഞ്ഞാൽ. അതെ, അയ്യോ എന്താണെങ്കിലും കാത്തിരിക്കാം. എന്തായാലും 26-ാം തീയതി. അതെ, 26-ാം തീയതി ഇതിന്റെ ഒഫീഷ്യൽ ടീസർ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞത്. 25-ാം തീയതി ഇതിന്റെ അനൗൺസ്മെന്റ് വരും. അതായത് ടീസർ അനൗൺസ്മെന്റിന്റെ പോസ്റ്റർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് റിയാക്ഷൻ ആയിട്ട് വരാം. പിന്നെന്താ, അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റു വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.